ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ലക്ഷ്മി തുളസിക്ക് മന്ത്രം ചൊല്ലിക്കൊണ്ട് അർച്ചന ചെയ്യുന്ന ക്രിയ. നമ്മൾക്കറിയാം, കൃഷ്ണ തുളസി, ലക്ഷ്മി തുളസി, ഇത്തരത്തിൽ 18 തരം തുളസികളുണ്ട് എന്ന് നമ്മൾക്കറിയാം. ഇന്ന് നമ്മൾക്ക് സാധ്യമായത് 1-2 തുളസികൾ മാത്രമാണ്. ഒന്ന് കൃഷ്ണ തുളസിയും ഒന്ന് ലക്ഷ്മി തുളസിയും. ഈ കൃഷ്ണ തുളസി അതിൻ്റെ തണ്ടുകളെല്ലാം വയലറ്റ് കളറുകളായിരിക്കും അതറിയുമ്പോൾ. ആ സമയം ലക്ഷ്മി തുളസിയുടെ തണ്ടുകളെല്ലാം വെള്ള കളറായിരിക്കും. ഇന്നത്തെ ക്രിയ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ക്രിയയാണ്. വലിയ വലിയ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ പലരും സാമ്പത്തികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൊച്ചു കൊച്ചു അനുഭവങ്ങളും ടിപ്പുകളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. സാമ്പത്തികപരമായിട്ട് കടം വന്ന് കയറിയ ആൾക്കാർ, ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, വിമർശിക്കാനിരിക്കുന്ന ആൾക്കാരും 41 ദിവസം ഈ ക്രിയ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം ഇല്ലെങ്കിൽ മാത്രം വിമർശിക്കുക. എൻ്റെ ഓരോ എപ്പിസോഡും എൻ്റെ അനുഭവങ്ങളും ഇവിടെ വരുന്ന ഭക്തർക്ക് അവരുടെ അനുഭവങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾക്കറിയാം, നമ്മുടെ വീടുകളിലെ ഒട്ടുമിക്ക വീടുകളിലും തുളസിത്തറയുണ്ടായിരിക്കും. ഞാൻ ഈ പറയുന്ന ക്രിയ ഏത് ഫ്ലാറ്റിലുള്ളവർക്കും ചെയ്യാം. ഒരു 2 സെൻറ്റ് 3 സെൻറ്റ് ഉള്ളവർക്കും ഇത് ക്രിയ നമുക്ക് ചെയ്യാം. മറ്റൊന്നുമല്ല, ഒരു ചെടിച്ചട്ടിയിലെങ്കിലും സങ്കല്പിച്ച് നമുക്ക് ചെയ്യാം. ഫ്ലാറ്റിലുള്ളവർക്കും ഒരു ചെടിച്ചട്ടി വാങ്ങിച്ച് ഈ ക്രിയ ചെയ്യാം. സിമ്പിളായിട്ടുള്ള ക്രിയയാണ്. ഒരുപാട് പേർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള ക്രിയയാണ്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിക്കാൻ, അതായത് നമ്മളൊരു മുന്തിരി കഴിച്ച് ആ മുന്തിരി മധുരമാണോ പുളിപ്പാണോ എന്നറിയാതെ അത് കഴിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പണ്ടെങ്ങോ കഴിച്ച ഒരു മുന്തിരി പുളിപ്പായിരുന്നു വെച്ചിട്ട് ഇപ്പോഴത്തെ മുന്തിരി ചിലപ്പോൾ മധുരമാവും. കഴിച്ചു നോക്കണം. നിങ്ങളത് ശീലിക്കുക. ഓരോ എപ്പിസോഡും, ഞാൻ ചെയ്യുന്ന ഓരോ എപ്പിസോഡും നിങ്ങളുടെ ഒരു ദിനചര്യകളാക്കി മാറ്റുക. ഒരു ആചാര്യന് തുല്യനായി ജീവിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കടങ്ങളെല്ലാം പതുക്കെ തീർന്ന് സാമ്പത്തിക സോഴ്സുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായി കാണാൻ പറ്റും. ഇന്നും അത്തരത്തിലുള്ളൊരു ക്രിയയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കൃഷ്ണ തുളസിയും മഹാലക്ഷ്മി തുളസിയും. രാമതുളസി വേണ്ട. രാമതുളസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കർപ്പൂരത്തിൻ്റെ ഒരു ഗന്ധമായിരിക്കും അതിൻ്റെ ഇലകൾക്കൊക്കെ. അത് വേണ്ട. ഈ 2 തുളസി മാത്രം. ഈ വയലറ്റ് തണ്ട് നിറത്തിലുള്ള ഈ തുളസിയും ലക്ഷ്മി തുളസിയുടെ ലക്ഷണം എന്ന് വെച്ചാൽ വെള്ള തണ്ടായിരിക്കും അതിൻ്റെ തണ്ടുകളെല്ലാം. ഈ 2 തുളസിയും പൗർണമി ദിവസം, വെളുത്ത വാവ് ദിവസം കാലത്ത് നമ്മൾ ഇതൊക്കെ മുന്നേ കണ്ടുവയ്ക്കണം. ഈ കൃഷ്ണ തുളസി ലക്ഷ്മി തുളസിയും കണ്ടുവയ്ക്കണം. അന്നേ ദിവസം എടുത്ത് ചെടിച്ചട്ടിയിൽ കാലത്ത്
നമ്മളിത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നട്ട് വെള്ളമൊഴിക്കണം. അതോടൊപ്പം തന്നെ നെയ്വിളക്ക് കത്തിക്കണം. ഇപ്പം നമ്മൾക്ക് ഇനിയിപ്പോൾ ഓരോരുത്തർ പറയും, നെയ്യ് വാങ്ങാൻ പോലും പൈസ ഇല്ല സ്വാമി എന്നൊക്കെ പറയും. അത് എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാത്രം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നെയ്വിളക്ക് കൊളുത്തുക. ഇനി ഇതിനെപ്പറ്റി വിമർശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 41 ദിവസം നിങ്ങൾ നെയ്വിളക്ക് 2 നേരം കൊളുത്തുക. എന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിന് മാറ്റം വന്നില്ലെങ്കിൽ എന്നെ വിളിക്കുക, ഞാനതിന് മറുപടി തരാം. കാരണം ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞുണ്ടായി, ഇതൊക്കെ ശരിയാവുമോ, ഇങ്ങനെയൊക്കെ നടക്കണ കാര്യമാണോ, ഇതിൽ മാറ്റങ്ങളുണ്ടാവുമോ എന്നുള്ളത്. അതിൻ്റെ മറുപടിയാണ്, നിങ്ങൾ ഈ 41 ദിവസം ഈ ക്രിയ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ പൈസ വരും, നിങ്ങളുടെ കടങ്ങൾ തീർന്നു വരും. കടം തീരുന്നതിന് വേണ്ടി ഗുരുക്കന്മാരുടെ ഉപദേശമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നെയ്വിളക്ക്, അതായത് മണ്ണിൻ്റെ വിളക്കായിരിക്കണം തുളസിത്തറയ്ക്കൽ വെക്കേണ്ടത്. അതിൻ്റെ നാളം വടക്കോട്ട് തിരിച്ചു വയ്ക്കണം. ഒറ്റ തിരിയിട്ട് വടക്കോട്ട് തിരിച്ചു വയ്ക്കണം. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വേണ്ട. അത് തുളസിത്തറ, അതായത് തുളസിത്തറയുണ്ടെങ്കിൽ തുളസിത്തറ, അതല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നമ്മൾ തുളസി നട്ടതിന് ശേഷം കിഴക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ വയ്ക്കാം. അത് നമ്മളുടെ ഇഷ്ടം പോലെ, സൗകര്യം പോലെ ചെയ്യാം. ഇനി ഈ തുളസിത്തറ എവിടെ വയ്ക്കണം എന്നുള്ളത്, വീടിൻ്റെ മുഖം ചിലപ്പോൾ കിഴക്കോട്ടാവാം, ചിലപ്പോൾ പടിഞ്ഞാട്ടാവാം, ചിലപ്പോൾ വടക്കോട്ടാവാം, ചിലപ്പോൾ തെക്കോട്ടാവാം. ഇതൊന്നും ഇവിടെ വിഷയമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെക്കോട്ട് മുഖമുള്ള വീടാണെങ്കിൽ നേരെ തെക്ക് വശത്ത് ഇത് വയ്ക്കരുത്. അത് വെച്ച് കഴിഞ്ഞാൽ അത് മരണവിളക്കായിട്ടാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. തെക്ക് വശത്ത് നമ്മുടെ വീടിൻ്റെ മുഖം തെക്കോട്ടാണെങ്കിൽ വടക്ക് നേരെ തുളസിത്തറ വേണ്ട. പിന്നെ എവിടെ വയ്ക്കാം എന്നുള്ള രീതിയിൽ തെക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ പൂമുഖത്ത് നിന്നുകൊണ്ട് നമുക്കത് കാണാനും പറ്റും. അവിടെ വയ്ക്കാവൂ. ചെടിച്ചട്ടി ആയിക്കോട്ടെ, തുളസിത്തറ ആയിക്കോട്ടെ. ചില വീടുകളിലൊക്കെ നേരെ തെക്ക് കൊണ്ടുപോയി വിളക്ക് വെച്ച് നശിച്ച് നാറാണക്കല്ലായി എന്ന് പറയും. ഇത് ആരാ വച്ച് തന്നേന്ന് പറയുമ്പോൾ വലിയ വാസ്തുവിദ്വാനാണ് ചെയ്തു തന്നേന്നൊക്കെ പറയും. അങ്ങനെ തെക്ക്, പ്രോപ്പർ തെക്ക് വയ്ക്കാൻ പാടില്ല. അഗ്നികോണിലേക്ക് മാറ്റി കൊളുത്തുക. ഞാനിപ്പോൾ 41 ദിവസം പറയണത് പരീക്ഷിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയണം. അതല്ല, ഓരോ വിശ്വാസികളോട് ഞാൻ പറയുന്ന കാര്യം, എന്നും നെയ്വിളക്ക് 2 നേരം കൊളുത്തുക. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം ഇത് കൊളുത്താൻ പറ്റിയില്ല, നമ്മൾ എന്തെങ്കിലും യാത്രകൾക്ക് പോയി, അതൊന്നും അവിടെ ബാധകമില്ല, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിത്യം നെയ്യ് കത്തിക്കാൻ പറ്റില്ല, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസമെങ്കിലും നെയ്വിളക്ക് കൊളുത്തുക. തീർച്ചയായും നിങ്ങളുടെ വരുമാനം കൂടി വരും, നിങ്ങളുടെ കടങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാൻ പറ്റും. കാലത്ത് നമ്മൾ ഭഗവതിക്ക്, അതായത് മഹാലക്ഷ്മിക്കും ഗുരുവായൂരപ്പൻ എന്ന സങ്കല്പത്തിലാണ് നമ്മളവിടെ ഈ 2 തുളസിത്തറ നടുന്നത്, 2 തുളസി നടുന്നത്. മഹാലക്ഷ്മി ബീജമായിരിക്കുന്ന ഓം ക്ലീം നമ എന്ന മന്ത്രത്താൽ കിണ്ടിയിൽ നിന്ന് വെള്ളം പകർന്ന് വലത് കൈ കൊണ്ട് തെളിക്കണം. അടുത്തത് ഓം ക്ലീം സ്വാഹ എന്ന് ചൊല്ലിക്കൊണ്ട് വീണ്ടും തുളസിക്ക് തീർത്ഥം ഒഴിക്കണം.
അതിനുശേഷം ഓം ക്ലീം സ്വാഹ, ഓം സ്വധ, വീണ്ടും ഓം ക്ലീം നമ, രണ്ടാമത് ഓം ക്ലീം സ്വാഹ, മൂന്നാമത് ഓം ക്ലീം സ്വാഹ, ഓം സ്വധ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 8 തവണ അങ്ങനെ തീർത്ഥം കൊടുക്കുക. ഈ ചെടിച്ചട്ടിയുടെ ചുറ്റൊക്കെ ചെളികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. വെറുതെ ഓടി ചെന്ന് തുളസിക്ക് വെള്ളം ഒഴിക്കലല്ല, നിത്യം അതിനെ പരിപാലിക്കണം. ചെടിച്ചട്ടിയിൽ ചെളികളോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ 8 ഒരു മന്ത്രത്തോടു കൂടി നിങ്ങൾ അഭിഷേകം ചെയ്ത് നെയ്വിളക്ക് കൊളുത്ത് നിൽക്കൂ. പരീക്ഷിക്കാൻ വരുന്നവരോട് ഞാൻ പറയേണ്ട കാര്യം, 41 ദിവസം നിങ്ങൾ പരീക്ഷിക്കുക. പരീക്ഷിക്കാൻ കൂടിയാണെങ്കിൽ കൂടി നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സ് മാറ്റം വരും. അതല്ല വിശ്വാസപ്രകാരമാണ് ഓരോ ഭക്തരും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ തുളസിയെ ആരാധിക്കുക. നമ്മൾക്കറിയാം ഭഗവാൻ ആരുടെ കൂടെയാണ് നിന്ന്. തുളസി എന്ന് പറയുന്ന ആ ഒരു തുളസിയുടെ ഇതളെടുത്തിട്ട് ഭഗവാനിരുന്ന തട്ടിൻ്റെ ഓപ്പോസിറ്റ് തട്ടിൽ വെച്ചു അത്രേ. അപ്പുറത്ത് ഒരു ഭാര്യ കനകങ്ങളെ കൊണ്ടൊക്കെ തുലാഭാരം ചെയ്തിട്ടും ആ തുലാസ് പൊന്തിയില്ല അത്ര. അതേസമയം ഒരു തുളസി ഇല വെച്ചപ്പോൾ ഭഗവാന് തുല്യനായി നിന്നു. അവിടെ അർത്ഥം ഭക്തിയാണ് പ്രധാനം. ഒരു തുളസിയുടെ ഭാരമേ ഭഗവാനുള്ളൂ. അതിൻ്റെ അർത്ഥം നന്മയുള്ള മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ജലം എപ്പോഴും കീഴ്പോട്ടാണ് ഒഴുകുക. ഈശ്വരൻ്റെ അനുഗ്രഹം താഴത്തേക്കാണ് എപ്പോഴും ഒഴുകുക. നമ്മുടെ മനസ്സ് താഴ്മയോടുകൂടി ക്രിയകൾ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ വീടും. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു അറിവുകളും മന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവായി തീരും. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുവെങ്കിൽ, അതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അടിയൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണേ എന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യപൂർത്തി ഉള്ള ഒരു വർഷമാവട്ടെ 2025 എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.